ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരുന്ന ഏപ്രിൽ 19 ക്രിപ്റ്റോ എക്കോസിസ്റ്റത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സംഭവം നടക്കാൻ പോവാണ്, ബിറ്റ് കോയിൻ ഹാവിങ്. അപ്പം എന്താണ് ബിറ്റ് കോയിൻ ഹാവിങ് എന്നുള്ളതും ഏതൊക്കെ ദിവസങ്ങളിലാണ് ഏതൊക്കെ വർഷങ്ങളിലാണ് ബിറ്റ് കോയിൻ ഹാവിങ് നടന്നത് എന്നുള്ളതും അതിന് മുൻപുള്ള ആഫ്റ്റർ എഫക്ട്സും അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സും അതുപോലെ തന്നെ ഓൾട്ട് കോയിൻ ഇത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും അത് നമ്മളിത് മുൻപത്തെ കാര്യമാണ് പറയുന്നത്. സോ അത് വെച്ചിട്ട് നമുക്ക് ഇനി വരാൻ പോകുന്ന ഹാവിങ്ങിന് ശേഷമുള്ള ദിവസങ്ങൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാമെന്നുള്ള എൻ്റെ ഒരു ഓവർവ്യൂ ആണ് പറയുന്നത്. ഇതൊന്നും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ്മെൻ്റ് അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ്, ഇൻഫർമേഷൻ പർപ്പസ് എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ഇപ്പം ഈ സമയത്ത് ക്രിപ്റ്റോയിൽ വന്ന ലാസ്റ്റ് ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഈ ഇടയ്ക്കെങ്ങാനും ക്രിപ്റ്റോയിലേക്ക് വന്ന ആൾക്കാർക്ക് എന്താണ് ബിറ്റ് കോയിൻ ഹാവിങ് എന്നൊന്നും അറിയില്ലായിരിക്കും. സോ അത് അവർക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ, അവർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ടൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ബിറ്റ് കോയിൻ നമുക്ക് എല്ലാവർക്കും അറിയാം 2009 ഇൻവെൻറ്റ് ചെയ്തെന്നുള്ളത്. സോ ഫസ്റ്റ് ബിറ്റ് കോയിൻ ഹാവിങ് നടന്നത് നവംബർ 28, 2012 ബിറ്റ് കോയിൻ ഹാവിങ് നടന്നത്. അപ്പോൾ എന്താണ് ബിറ്റ് കോയിൻ ഹാവിങ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാം ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ആണെന്ന് അറിയാം. ബ്ലോക്ക് ചെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളിപ്പം ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻ ഒരാൾ ബൈ സെല്ല് ചെയ്യുമ്പോൾ വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു ബ്ലോക്കായിട്ട് നിങ്ങളൊരു സ്ക്വയർ ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു സ്ക്വയർ ബോക്സിനകത്ത് ഇപ്പം ഒരു സ്ക്വയർ ബോക്സ് ഉണ്ട്, അതിനകത്ത് ബൈയും സെല്ലും നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും ശേഖരിച്ച് വയ്ക്കും. അങ്ങനെ ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടാക്കി വരുന്ന അതെല്ലാം ഇൻ്റർ കണക്ട് ചെയ്തത്. ഇപ്പോൾ ഒരു പെട്ടി, രണ്ട് പെട്ടി കൺസിഡർ ചെയ്യുക, അതിൽ ഒരു പെട്ടിക്കകത്ത് ഒരുപാട് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു പെട്ടി ഫില്ലായി കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ബ്ലോക്ക് ഫില്ലായി കഴിഞ്ഞാൽ അടുത്തൊരു ബ്ലോക്ക് ജനറേറ്റ് ആവും. ആ ഒരു ബ്ലോക്കിനകത്ത് എന്താണ്ടാവുക വെച്ചാൽ പ്രീവിയസ് ആയിട്ടുള്ള ബ്ലോക്കിൻ്റെ ഒരു അഡ്രസ്സ്, ഈ മൊത്തം ബ്ലോക്കിൻ്റെ ഒരു അഡ്രസ്സും പിന്നെ ഇതിൽ ചെയ്ത അതേ സെറ്റിങ്സ്, അതായത് ബൈയും സെല്ലിൻ്റെയും ട്രാൻസാക്ഷൻസും വിഡ്രോ ഡെപ്പോസിറ്റ്സിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ അടുത്ത ബ്ലോക്കിൽ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഓരോരോ ബ്ലോക്കായിട്ട് പോകുന്നതിനെയാണ് ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതിലൊരു 10ാമത്തെ ബ്ലോക്കിനകത്തൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് ഇതിന് മുൻപ് നടന്ന ട്രാൻസാക്ഷൻ നമുക്ക് എല്ലാം ഇൻ്റർ കണക്ട് ആയതുകൊണ്ട് ഏത് ബ്ലോക്ക് ചെയിനിലൂടെയാണ് ഏത് ട്രാൻസാക്ഷൻ നടന്നതെല്ലാം നമുക്ക് എത്ര ബ്ലോക്കുകൾ മൈൻഡ് ചെയ്തത്, എത്ര ബ്ലോക്കുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ട്രാൻസാക്ഷനാണ് നടന്നതെന്നുള്ളത് ബ്ലോക്ക് ചെയിനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണെന്നെല്ലാം പറയുന്നത്. അപ്പം ഇതാണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ്. സോ സത്യം പറഞ്ഞാൽ ബിറ്റ് കോയിൻ ഹാവിങ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് മൈനേഴ്സാണ്. ഈ മൈനേഴ്സാണ് ഓരോ ബ്ലോക്സ് ഇങ്ങനെ മൈൻ ചെയ്തെടുക്കുന്നത്. സോ ഈ മൈൻ ചെയ്തെടുക്കുന്നതിന് അവർക്ക് ഒരു തരം ഫീസ് കൊടുക്കണം. സോ ഓരോ വർഷം തോറും, അത് 2012 നവംബർ 28 ആദ്യം ബിറ്റ് കോയിൻ ഹാവിങ് നടന്നു. സോ ആ സമയം വരെ മൈൻ ചെയ്തെടുക്കുന്നവർക്ക് 50 ബിറ്റ് കോയിൻ ആയിരുന്നു റിവാർഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ മൈൻ ചെയ്തെടുക്കുന്നതിന് അവരുടെ ഫീസ് എന്ന് പറയുന്നത്. കാരണം സാധാരണ മൈൻ ചെയ്തെടുക്കല്ല, ആദ്യമെല്ലാം കുറച്ച് ഈസി ആയിരുന്നെങ്കിലും ഇപ്പം വലിയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് വേണം മൈൻ ചെയ്തെടുക്കാൻ. സോ ആദ്യം 2009 ഈ ഹാവിങ് നടക്കുന്നതിന് മുമ്പ് മൈൻ ചെയ്തെടുക്കുന്നവർക്ക് 50 ബിറ്റ് കോയിൻ കൊടുത്തെങ്കിൽ 2012 ശേഷം അത് കുറഞ്ഞ് 25, അതായത് നേർ പകുതിയായി. അടുത്തൊരു ബിറ്റ് കോയിൻ ഹാവിങ് നടന്നു എന്ന് പറയുന്നത് 2016 2016 ജൂലൈ 9 അടുത്തത് നടന്നത്. സോ ആ സമയത്ത് ബിറ്റ് കോയിൻ മൈനേഴ്സിൻ്റെ റിവാർഡ് വീണ്ടും ചുരുക്കി 12.5 അതിനുശേഷം ബിറ്റ് കോയിൻ ഹാവിങ് നടന്നത് 2020 മെയ് 11 അതിനുശേഷം ബിറ്റ് കോയിനിൻ്റെ റിവാർഡ്, ഈ ഹാവിങ്ങിൻ്റെ റിവാർഡ്സ് മൈനേഴ്സിൻ്റെ റിവാർഡ് 6.25 ആയി. ഇനിയിപ്പോൾ 2024 റിവാർഡ് വരുന്നുണ്ട്. അതിനുശേഷം 3.125 ആയിരിക്കും അവരുടെ റിവാർഡ്സ് വരുന്നുണ്ടാവും. അപ്പം ഓരോ 4 വർഷം കൂടുന്തോറും നടന്നു വരുന്നത്. നമ്മൾ വേൾഡ് കപ്പ് 5 വർഷം എന്ന് പറഞ്ഞ പോലെ ബിറ്റ് കോയിൻ ഹാവിങ് ഓരോ 4 വർഷം കൂടുന്തോറും വരുന്നതാണ്. 4 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 2,10,000 ബ്ലോക്സ്, ഇത് ഞാൻ പറഞ്ഞ പോലത്തെ ബ്ലോക്ക് 2,10,000 ബ്ലോക്കുകൾ മൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാലാണ് ഈ ഒരു ബിറ്റ് കോയിൻ ഹാവിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. ഇതാണ് ബിറ്റ് കോയിൻ ഹാവിങ് എന്ന് പറയുന്നത്. ശരി, മൊത്തത്തിൽ എന്താണ് ബിറ്റ് കോയിൻ ഹാവിങ്ങിന് ശേഷവും എന്തൊക്കെ ഇമ്പാക്റ്റാണ് ഉണ്ടായത്, ഇപ്പം മറ്റുള്ള ക്രിപ്റ്റോസും അതുപോലെ ഓൾട്ട് കോയിൻസും അതുപോലെ ബിറ്റ് കോയിനും എന്തൊക്കെ വ്യത്യാസം ഉണ്ടായെന്ന് നോക്കുകയാണെങ്കിൽ 2012 നവംബർ 28 നടന്നതിന് മുമ്പ് എന്താ വെച്ചാൽ അതിന് മുൻപ് ഒരു മാർക്കറ്റ് കുഴപ്പമില്ലാണ്ട് ചെറിയ രീതിയിൽ പമ്പായി നല്ല വലിയ രീതിയിലല്ല, നല്ല രീതിയിലൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം എന്താ വെച്ചാൽ നല്ല രീതിയിലൊരു ട്രാഫിക് വന്നു, നല്ല രീതിയിലൊരു പമ്പ് വന്നു, അത് ഈ ഹാവിങ് നടന്നതിന് ശേഷം. അതിനുശേഷം പിന്നെ രണ്ടാമത്തെ ഹാവിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഓൾറെഡി നല്ല രീതിയിൽ മാർക്കറ്റ് മേലെ കൊണ്ടിരിക്കുക. 2016 നടന്നത് സെക്കൻഡ് ഹാവിങ്. ആ സമയമാകുമ്പോൾ തന്നെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ $1 പോലും ഇല്ലായിരുന്ന ബിറ്റ് കോയിൻ നല്ല രീതിയിൽ പമ്പായിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ബിറ്റ് കോയിൻ ഹാവിങ് കൂടി വന്നപ്പം അത് ആ പമ്പിങ് വീണ്ടും ഡബിൾ ആക്കിയിട്ട് നല്ല രീതിയിലൊരു ഭയങ്കരമായി നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലേക്കൊക്കെ ബിറ്റ് കോയിൻ പമ്പായിക്കൊണ്ടിരുന്നു. 2020 പ്രോബബ്ലി ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും 2020 ഹാവിങ്ങിന് ശേഷം വന്നവരായിരിക്കാം. സോ ഹാവിങ്ങിന് മുൻപ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2016 ഹാവിങ്ങിന് ശേഷം നല്ല രീതിയിലൊരു റാലി കണ്ടിന്യൂ ചെയ്തെങ്കിൽ ആ ഹാവിങ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം അത് ചെറിയ രീതിയിലൊരു കറക്ഷനിലേക്ക് വന്നു, നല്ല രീതിയിലൊരു ഡംപ് വന്നു. ആ ഡംപിൽ നിന്നും വീണ്ടും മാർക്കറ്റ് മെല്ലെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയ രീതിയിലൊരു കറക്ഷൻ എടുത്ത് വലിയ രീതിയിലൊരു കറക്ഷൻ എടുത്ത് ചെറിയ രീതിയിൽ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ഹാവിങ് വന്നത്. സോ ആ ഹാവിങ് കൂടി കഴിഞ്ഞ ഉടനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഓൾ ടൈം ഹൈ എല്ലാം ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ പമ്പായിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഏകദേശം 62 ഓൾ ടൈം ഹൈ കടന്നിട്ട് ആ ഒരു ലെവലിലേക്ക് 62 to 75 റേഞ്ചിലേക്ക് കടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈൻഡ് ഓഫ് കൺസോളിഡേഷൻ ആണ് ലാസ്റ്റ് 1.5 മാസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഈ ഒരു ഹാവിങ് കഴിഞ്ഞ്
കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മാക്സിമം, കാരണം കൺസോളിഡേഷൻ കഴിഞ്ഞിട്ട് ഇതിന് മുൻപത്തെ ഡാറ്റാസൊക്കെ നോക്കുകയാണെങ്കിൽ കൺസോളിഡേഷൻ കഴിഞ്ഞാൽ പിന്നെ ഹാവിങ്ങിന് ശേഷം ബിറ്റ് കോയിൻ പമ്പ് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് BTCയിലേക്ക് വരുന്നതുകൊണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചാൽ ഒരുപാട് ETFs അങ്ങനത്തെ ഒരുപാട് പേര് അപ്രൂവൽ ആക്കിയതുകൊണ്ട് തന്നെ ബിറ്റ് കോയിൻ എന്നുള്ളത് നല്ല രീതിയിൽ 100K എല്ലാം റീച്ച് ആവുമെന്നാണ് എക്സ്പേർട്സുകൾ പറയുന്നത്. സോ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയാം. ഇനി ഓൾട്ട് കോയിൻസിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഫോർ ഹാവിങ്ങും ആഫ്റ്റർ ഹാവിങ്ങും നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 2012 സമയത്ത് ഈ ബിറ്റ് കോയിൻ എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ശേഷം ഒരു ഓൾട്ടർനേറ്റീവ് കോയിൻസിനെ കുറിച്ചൊന്നും വലിയ കാഴ്ചപ്പാടുകളോ അറിവുകളോ ഇല്ല. സോ ബിറ്റ് കോയിൻ എന്നുള്ളത് ഒരുപാട് ഓൾട്ട് കോയിൻസ് ഇപ്പോൾ കാണുന്ന 2 ലക്ഷത്തിൽ പരം ടോക്കൺസ് നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ തന്നെ കാണാൻ പറ്റും. സോ അത്രത്തോളം ടോക്കൺസ് അതിനകത്ത് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നില്ല. അത്രത്തോളം ടോക്കൺസ് അറിയില്ല. ക്രിപ്റ്റോ എന്ന് പറയുമ്പം ബിറ്റ് കോയിൻ എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കുറച്ച് എത്തീരിയം പോലുള്ള ചെറിയ സ്മാർട്ട് കോൺട്രാക്ട്സ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ട് ഓൾട്ട് കോയിൻസ് വന്നു തുടങ്ങി. സോ ആ ചെറിയ രീതിയിലുള്ള ഓൾട്ട് കോയിൻസ് എല്ലാം ഈ ഹാവിങ്ങിന് ശേഷം ബിറ്റ് കോയിൻ പമ്പ് ആയ ഉടനെ ഓൾട്ട് കോയിൻസിന് പമ്പ് കണ്ടിട്ടില്ല. കാരണം ബിറ്റ് കോയിൻ ഹാവിങ് കഴിഞ്ഞ ഒരു 2-3 മാസത്തേക്ക് കൂടുതലും ഇമ്പ്രൂവ് വന്നത് ഗ്രോത്ത് വന്നത് ബിറ്റ് കോയിൻ ആയിരിക്കും. കാരണം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ബിറ്റ് കോയിനിലേക്കാണ്. അതിനുശേഷം വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകുമ്പോൾ ആൾട്ട് കോയിൻസ് സ്റ്റാർട്ട് ആവാൻ തുടങ്ങും. കാരണം അതിനുശേഷം ആൾട്ട് കോയിൻസിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ തുടങ്ങും. സോ അങ്ങനെയാണ് ആൾട്ട് കോയിൻസിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞ് തേർഡ് ഹാവിങ്, പ്രോബബ്ലി ഞാൻ പറഞ്ഞ പോലെ 2020 ഹാവിങ്ങിന് കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മളെല്ലാവരും കുറേ ആൾക്കാർ ഇതിനകത്ത് വന്നിട്ടുണ്ടാവുക. ആ സമയത്ത് എല്ലാവരും നോക്കി കണ്ടിട്ടുണ്ടാകും. കാരണം പല ടോക്കൺസും നല്ല രീതിയിൽ റാലിയും, ഇപ്പോൾ ഷിബായിനൊക്കെ അങ്ങനെ വന്ന കുറേ ആൾക്കാർ ആ ട്രെൻഡിൽ കയറി വന്നവരുണ്ട്. ഇപ്പോൾ എപ്പോഴും മാർക്കറ്റ് നോക്കുന്ന പല ആൾക്കാരും ഷിബ, ഡോജ് എന്ന് പറഞ്ഞ ടോക്കൺസിലൊക്കെ കയറി വന്നിട്ട് മീം ടോക്കൺസ് ട്രെൻഡൊക്കെ വന്നിട്ട്. സോ 2020 ശേഷം ഈ ഓൾട്ട് കോയിൻസ് നിരവധി ഓൾട്ട് കോയിൻസും നിരവധി ഓപ്ഷൻസും നമുക്ക് ഈ ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഓൾട്ട് കോയിൻസ് ഉണ്ടായി. സോ നോട്ട് ഓൺലി എഫക്റ്റിംഗ് ബിറ്റ് കോയിൻ ബട്ട് ഓൾസോ എഫക്റ്റിംഗ് ഓൾട്ട് കോയിൻസ് എന്ന് പറയാം. കാരണം ഈ ഹാവിംഗ് എന്ന് പറയുന്നത് ഒരു 2-3 മാസത്തേക്ക് ബിറ്റ് കോയിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ പമ്പാക്കുമെങ്കിൽ ചെറിയ രീതിയിൽ എന്തായാലും കറക്ഷൻ ഉണ്ടാവും. ഇതിന് മുൻപത്തേൽ ചെറിയ രീതിയിൽ കറക്ഷൻ ഉണ്ടായിട്ടാണ് പമ്പായത്. 2-3 മാസത്തിന് ശേഷമാണ് ഓൾട്ട് കോയിൻസിനെല്ലാം പമ്പിങ് ഉണ്ടായത്. സോ ഇങ്ങനെയാണ് ഇപ്പം മൊത്തത്തിൽ ബിറ്റ് കോയിൻ ഹാവിങ്ങിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ ഈ ഒരു വർഷം മാക്സിമം ഹാവിങ്ങിന് ശേഷം എന്തായാലും ഇതിപ്പം നമുക്ക് കഴിഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് പൊട്ടൻഷ്യലായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കുന്നുണ്ട്. കാരണം മൊത്തത്തിൽ എക്കണോമിക് ക്രൈസിസും എക്കണോമിക്കൽ പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ട് വരുന്ന കാര്യങ്ങളും യുദ്ധം ഇതെല്ലാം ഇതിൻ്റെ ഒരു ഫാക്ടർ തന്നെയാണ്. സോ ഇതൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് പോവുകയാണ്. കഴിഞ്ഞ വർഷം ഇതിന് മുമ്പ് വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ബിറ്റ് കോയിൻ ഹാവിങ് പോലെ തന്നെ ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെയും ഒരു പമ്പ് തന്നെ കാണാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഓൾട്ട് കോയിൻസും പോകും. കാരണം ഈ വട്ടം കുറച്ചും കൂടി ബുള്ളിഷ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഓൾറെഡി റെഗുലേറ്റഡ് ആയിട്ടുള്ള വലിയ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സും വലിയ ഇൻവെസ്റ്റേഴ്സ് വരെ ETF എന്നുള്ള രൂപത്തിൽ BTC ട്രേഡബിൾ ആക്കിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും മൊത്തത്തിൽ BTC വെച്ച് നോക്കുമ്പോൾ നല്ല പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. എക്കണോമിക് ക്രൈസിസ് അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലൊരു പമ്പ് തന്നെ നമുക്ക് BTCയിലും അതിനെ തുടർന്നുള്ള ഓൾട്ട് കോയിൻസിലും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നത്. അപ്പം ഇതാണ് ബിറ്റ് കോയിൻ ഹാവിങ് എന്നുള്ളതും അതിൻ്റെ മുൻപത്തെയും ഇനി വരാൻ പോകുന്നതിൻ്റെയും മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നുണ്ട്. അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ക്രിസ്പും സിമ്പിളായിട്ടാണ് ഞാൻ ഈ വീഡിയോ എല്ലാം അവതരിപ്പിച്ചത്. സോ ഈ വീഡിയോ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. വേറെ നല്ലൊരു വീഡിയോ കാണുമായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.